ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു ശുഭദിനം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇന്ത്യയിലുണ്ടായ രണ്ട് പ്രധാന സംഭവങ്ങളാണ്. അത് ഒരുപക്ഷെ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. എങ്കിലും അത് കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയും കൂടുതൽ ജനങ്ങൾ മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് ഞാനിവിടെ അറിയുന്നത്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ രാഹുൽ ഗാന്ധിയെ ഹിന്ദുമതത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് ഒരു വാർത്ത, അതും ഭരണഘടനയാണ് പരമപ്രധാനമെന്നും പുതിയ ചീഫ് ജസ്റ്റിസായ BR ഗവായി പറയാനുണ്ടായ സാഹചര്യവും നമ്മളിവിടെ വിശകലനം ചെയ്യുകയാണ്. രാഹുലിനെ ഹിന്ദുമതത്തിൽ നിന്ന് പുറത്താക്കി എന്ന് ശങ്കരാചാര്യസ്വാമി പറയുമ്പോൾ ഇവിടെ മനുസ്മൃതിയും ഭരണഘടനയും തമ്മിലുള്ള ഒരു വിശകലനം ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ തുടരട്ടെ. മനുസ്മൃതിയെക്കുറിച്ചുള്ള പാർലമെൻറ്റിലെ പരാമർശത്തിൻ്റെ പേരിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ഹിന്ദുമതത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് ബദ്രിനാഥിലെ ജ്യോതിർമഠ ശങ്കരാചാര്യ സ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതി പറയുകയുണ്ടായി. പാർലമെൻറ്റിലെ മനുസ്മൃതിയെക്കുറിച്ചുള്ള രാഹുലിൻ്റെ പരാമർശങ്ങൾ സനാതനധർമ്മത്തെ അപമാനിക്കുന്നതാണെന്നും വിശദീകരണം ആവശ്യപ്പെട്ടെങ്കിലും 3 മാസമായിട്ട് മറുപടി നൽകാത്തതുകൊണ്ടാണെന്നും ഹിന്ദുമതത്തിൽ നിന്ന് പുറത്താക്കിയെന്നാണ് ശങ്കരാചാര്യ സ്വാമി പറയുന്നത്. പാർലമെൻറ്റിലെ പ്രസംഗത്തിനിടെ രാഹുൽ ആദ്യം ഭരണപക്ഷ അംഗങ്ങളെ ലക്ഷ്യം വെച്ചു, പിന്നീട് മനുസ്മൃതിക്കെതിരെയും പരാമർശം നടത്തിയെന്നും ഇത് ഞങ്ങളുടെ മതഗ്രന്ഥമാണ് എന്നുമാണ് ശങ്കരാചാര്യസ്വാമി പറയുന്നത്. ഭരണകക്ഷിയുടെ ബെഞ്ചുകളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് രാഹുൽ പറഞ്ഞത് നിങ്ങളുടെ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട് എന്നാണ്. അദ്ദേഹം സ്വയം ഒരു ഹിന്ദുവായി കണക്കാക്കുന്നില്ലെന്നാണ് അതിനർത്ഥം എന്നാണ് ശങ്കരാചാര്യസ്വാമി പറയുന്നത്. മനുസ്മൃതിയെ തൻ്റെ ഗ്രന്ഥങ്ങൾ കണക്കാക്കാത്ത ഒരാൾക്ക് ഹിന്ദുവാകാൻ കഴിയില്ല. അദ്ദേഹത്തെ ക്ഷേത്രങ്ങളിൽ നിന്നും വിലക്കണമെന്നും പുരോഹിതന്മാർ അദ്ദേഹത്തിന് വേണ്ടി പൂജ നടത്തരുതെന്നും തീരുമാനിച്ചിട്ടുണ്ടെന്നും ഹിന്ദുമതത്തിൻ്റെ പുതിയ വക്താവായ ശങ്കരാചാര്യസ്വാമി ഇന്ത്യയിൽ പറഞ്ഞിട്ട് ഒരു പ്രതിഷേധവും ഒരു ചർച്ചയും നടത്താത്ത ഇന്ത്യ മഹാരാജ്യത്ത് ഭരണഘടനയാണ് പരമപ്രധാനമെന്ന് പുതിയ ചീഫ് ജസ്റ്റിസായ BR ഗവായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് BR ഗവായി അദ്ദേഹം അത് പറയാനുള്ള പ്രധാന കാരണം എന്താണെന്നും നമ്മൾ മനസ്സിലാക്കണം. ഭരണഘടനയെ മുറുകെ പിടിച്ചുകൊണ്ട് ഗവായി ഭരണഘടനയാണ് പരമപ്രധാനമെന്ന് പറയാനുള്ള സാഹചര്യം, ഭരണഘടനയെ പരമപ്രധാനമാണെന്നും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ലെജിസ്ലേറ്റീവും 3 തൂണുകളായി പ്രവർത്തിക്കണമെന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായി ഈ അടുത്തിടെ പറയാനുണ്ടായ സാഹചര്യം, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി സ്ഥാനമേറ്റ ശേഷമുള്ള ആദ്യ മഹാരാഷ്ട്ര സന്ദർശനത്തിലെ പ്രോട്ടോകോൾ വീഴ്ചയിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഭരണഘടനയിലൂടെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞത്. ആദ്യ ബുദ്ധിസ്റ്റും രണ്ടാമത് ദളിതുമായ ചീഫ് ജസ്റ്റിസ് മഹാരാഷ്ട്ര സ്വദേശിയായ ഗവായി ഉന്നത പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ശേഷമുള്ള ആദ്യ മുംബൈ സന്ദർശനത്തിൽ മഹാരാഷ്ട്ര ചീഫ് സെക്രട്ടറി, DGP, സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർ സ്വീകരിക്കാൻ എത്താതിരുന്നതിലാണ് അതൃപ്തി പ്രകടിപ്പിച്ചത്. മെയ് 14 ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്ത ഗവായി മഹാരാഷ്ട്ര ഗോവ ബാർ കൗൺസിലിൻ്റെ അനുമോദന പരിപാടിയിൽ പങ്കെടുക്കാനാണ് മുംബൈയിലെത്തിയത്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ചീഫ് ജസ്റ്റിസ് ആദ്യമായി എത്തുമ്പോൾ സംസ്ഥാന ചീഫ് സെക്രട്ടറി, DGP, മുംബൈ പോലീസ് കമ്മീഷണർ എന്നിവർ സ്വീകരിക്കാൻ വരേണ്ടതായിരുന്നു. വരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അത് ശരിയാണോ എന്ന് ചിന്തിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ഇതിനു പിന്നാലെ അദ്ദേഹം അംബേദ്കറുടെ അന്ത്യവിശ്രമ സ്ഥലമായ ചൈത്യഭൂമി സന്ദർശിച്ചപ്പോൾ ചീഫ് സെക്രട്ടറിയും DGPയും സിറ്റി പോലീസ് കമ്മീഷണറും എത്താതിരുന്നതും കൊണ്ട് മാത്രമാണ് ഭരണഘടന പരമപ്രധാനമാണെന്നും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ലെജിസ്ലേറ്റീവും 3 തൂണുകളായി പ്രവർത്തിക്കണമെന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായിക്ക് ഉറക്കെ പ്രഖ്യാപിക്കേണ്ടി വന്നു. ഇവർ ഇപ്പോൾ രണ്ടുപേരും പ്രതിപക്ഷ നേതാവായ
രാഹുൽ ഗാന്ധിയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ BR ഗവായും ഭരണഘടനയെയും ബാബാ സാഹേബ് അംബേദ്കറെയും ചിത്രങ്ങളും അവരുടെ സ്മൃതി മണ്ഡപങ്ങളും സന്ദർശിച്ച് അനുഗ്രഹം നേടുകയാണ്. അവരെ ഉയർത്തിപ്പിടിക്കുകയാണ്. ഭരണഘടനയാണ് ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ജനാധിപത്യം നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനും ഇന്ത്യയുടെ പരമോന്നത സുപ്രീം കോടതി ജഡ്ജായ BR ഗവായിയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് വേണ്ടി ജനാധിപത്യം നിലനിൽക്കണമെന്നുള്ള സന്ദേശം മാത്രമാണ്. അതിനായി നമുക്ക് ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരായിക്കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം, നമുക്ക് തുടരാം. ഇന്ത്യൻ ഭരണഘടന പ്രഘോഷണം ചെയ്യുന്ന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഫ്രീഡം, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി എന്നീ ത്രൈമാനസിക സിദ്ധാന്തം തന്നെ നമുക്ക് ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. ഈ 2025 മുതൽ നമ്മളുടെ ഭരണഘടനയെ, നമ്മുടെ ജനാധിപത്യവും സംരക്ഷിക്കുന്നതിന് രണ്ടാം സ്വാതന്ത്ര്യ സമരം നടത്തേണ്ടതും അത്യാവശ്യമാണ്. അതിനായി നമുക്ക് ഒത്തുചേരാം.